ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സിൻ്റെ ആണ്. പഴംപൊരി. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ബേക്കിംഗ് സോഡയോ ദോശമാവോ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ പെർഫെക്റ്റായ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി നോക്കാം. ഒരു ബൗളെടുത്ത് അതിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്കില്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. കട്ട കൂടാതെ ഇതുപോലെ ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനായിട്ട് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന മാവിനനുസരിച്ചിട്ട് ഇരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അടച്ചു വെച്ച് 1 മണിക്കൂർ. അടുത്തതായി ഇതിലേക്കുള്ള പഴം കൂടി ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലുള്ള ഇടത്തരം 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ട് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസുള്ള ബനാന ആയ കാരണം 3 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ വലുതാണെങ്കിൽ 4 എണ്ണമൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓരോന്നും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ തിന്നാവാനും പാടില്ല, വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല. വളരെ തിന്നായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിമ്മ മുക്കിയിടുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമാണ് പഴംപൊരി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് പഴം ബാറ്ററി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലോട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പുറമേ മാത്രം മുരിഞ്ഞ് കിട്ടും, ഉള്ളിൽ വേവില്ല. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് ചെയ്തെടുക്കണം. നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പകർത്തി മാറ്റാം. അടുത്ത സെറ്റ് കൂടി ഇട്ട് കൊടുക്കാം. പഴം എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. ബാറ്റർമ മുക്കിയിടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്.
കായ ബജ്ജി ഉണ്ടാക്കുന്ന പോലെ ധൃതിയിൽ ചെയ്തത് നോക്കി കണ്ട് ചെയ്യണം. രണ്ടാമത്തെ സെറ്റും ആയിട്ടുണ്ട്. നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് എടുക്കുക. അപ്പോൾ എണ്ണ കുടിക്കാതെ കിട്ടും. ഫുള്ളായിട്ട് ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പഴം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ 3 ഭാഗമായിട്ട്, അതുപോലെയും കട്ട് ചെയ്ത് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ മോൾക്ക് ചെറിയ വട്ടനുള്ള പീസാക്കിയിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ഇതിനോട് വേറെ ബാറ്ററൊന്നും എടുത്തതല്ല കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ബാക്കിയുള്ള ബാറ്റർ വളരെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ബോണസ് ഐറ്റംസ് ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലാണ് പഴംപൊരിയായിട്ട് ആൾ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ പഴത്തിൻ്റെ പുറമേ ഉള്ള ബാറ്റർ മാത്രം എടുത്ത് തിന്നിട്ടേ ബാക്കി പഴം എന്നോട് കഴിച്ചോളാൻ പറയാറുണ്ട്. മറ്റുള്ളവർക്ക് എത്ര ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാകുമ്പോൾ മൊത്തത്തിൽ കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററും അവസാനിച്ചു. ഇതും ജസ്റ്റ് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഉണ്ണിപ്പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിപ്പഴംപൊരി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രിസ്പി ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. രതീഷ ഉണരു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പഴംപൊരി ഉണ്ടാക്കില്ലേ, അതാണ് കേട്ടോ. ഇതുപോലെ വേറൊരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പി ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ.